ഹായ് ഓൾ വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. സ്പൈസി ആൻഡ് ഈസിയിൽ ഇന്നൊരു നാടൻ വിഭവമാണ് നമ്മുടെ 4 മണി പലഹാരം കൊഴക്കട്ട. അപ്പോൾ ഞങ്ങൾക്കത് 4 മണി പലഹാരമല്ല, ഇന്ന് രാത്രിത്തെ ഫുഡാണ് ഇവിടെ കൊഴക്കട്ട. അതിൻ്റെ ഒപ്പം ഒരു സമ്മന്തിയും കൂടിയുണ്ട്. സമ്മന്തി അരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ സമ്മന്തി അരയ്ക്കണം. അതിൻ്റെ കൂടെ ചുവന്ന സമ്മന്തി, ചെറിയ ഉള്ളി സമ്മന്തി. അപ്പോൾ ആദ്യം കൊഴക്കട്ട കാര്യം പറയട്ടെ. കൊഴക്കട്ട വളരെ സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. ഞാൻ പുറമേ പോയി കുറേ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണം ആ റെസിപ്പി എനിക്ക് അറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല. എല്ലാ കൊഴക്കട്ട എവിടെ പോയി കൊഴക്കട്ട കഴിച്ചാലും അത് വളരെ ഹാർഡായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ എനിക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ഫീൽ വന്നിട്ടുള്ളൂ. ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് ഇതേ റെസിപ്പി. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കൊഴക്കട്ടയുടെ കൂടെ ഉള്ള സമ്മന്തി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ ചുവന്ന മുളക്, ഇത് രണ്ടും കൂടെ അരയ്ക്കുക. ഉപ്പിട്ടിട്ട് അരയ്ക്കുക. ഈ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കരുത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് കുറച്ചൊന്ന് അരഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ കുറച്ച് വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. ആ വെള്ളം ചേർത്തിട്ടും കണ്ടിന്യൂസ് അരയ്ക്കണം. ഇടയിൽ നിർത്തരുത്. ഒരു 2 മിനിറ്റൊക്കെ കറക്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒരു തരിപ്പും ഇല്ലാതെ അത് കിട്ടും. എന്നിട്ട് അതിൽ കടുക് വറുത്തിടുമ്പോൾ കുറച്ച് അധികം കടുകെടുത്ത് വറുത്തിടുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കടുക് വറുത്തത് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. രണ്ട് ഗ്ലാസ് ഇഡ്ലി അരി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ നമുക്കത് കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഈ വീഡിയോ, അതായത് കുക്കിംഗ് അമ്മയാണ് ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അമ്മയുടെ അതേ റെസിപ്പിയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉഴുന്നപ്പരിപ്പ് ചേർക്കാം. കുറച്ച് ഉഴുന്നപ്പരിപ്പ്, ഇതിനൊന്നും കണക്കില്ല, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഉഴുന്നപ്പരിപ്പ് ചേർക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക്, ചുവന്ന മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഉഴുന്നപ്പരിപ്പിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ജീരകം, ഇത് സാദാ ജീരകം കേട്ടോ, ആ ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും, അതും കൂടെ, കുരുമുളക് ഫുള്ളായിട്ടുള്ള കുരുമുളക് തന്നെയാണ്, അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അരി അരച്ചത് ചേർക്കാം. 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് അരച്ചതാണ്. തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. ദോശയുടെ പാകത്തിൽ അരയ്ക്കരുത്. നന്നായിട്ട് വഴറ്റുക. അപ്പോൾ കുറച്ച് വേവണം, ഈ മാവ് കുറച്ച് വേവണം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. മാവ് കട്ട പിടിക്കരുത്. വേവും ചെയ്യും കേട്ടോ, അതിൻ്റെ ഒപ്പം മാവ് വേവും ചെയ്യും. ഇതാ കാരണമാണ് കുഴക്കട്ട ഇങ്ങനെ സോഫ്റ്റായി കിട്ടുന്നത്. ഇപ്പം നന്നായിട്ട് പിടിക്കാൻ പാകത്തിൽ, ഉണ്ട പിടിക്കാൻ പാകത്തിലായിട്ടുണ്ട് മാവ്. അതിലേക്ക് നിറച്ചും നാളികേരം ചേർക്കാം. നാളികേരം എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് അത്. ഇതിൽ നാളികേരം ഒന്ന് കടിക്കാൻ കിട്ടണം. നമ്മൾ ഇങ്ങനെ ഓരോ ഇതെടുക്കുമ്പോഴും നമുക്ക് നാളികേരം കിട്ടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നാളികേരം വേവണ്ട, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് നാളികേരം ചേർക്കുന്നത്. അപ്പോൾ ഈ മാവിൻ്റെ ചൂടിൽ നാളികേരം വെന്തോളും. പിന്നെ നമ്മൾ ആവിയിലും കൂടെ വെക്കുന്നുണ്ടല്ലോ. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഉണ്ട പിടിക്കാം. അപ്പോൾ തണുക്കട്ടെ. ഇനി നമുക്കൊരു ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ഈ ആവി പിടിക്കാനുള്ള പാത്രം വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഉണ്ട പിടിച്ച് കുറച്ച് വലിയ ഉണ്ടയാക്കണം കേട്ടോ. നമ്മൾ ചെറിയ മണിക്കുഴക്കട്ട അങ്ങനത്തെ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്, സാധാ വലിയ കുഴക്കട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 6-7 എണ്ണം വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് മിനിമം 10 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കാം. ഇനി ഞാൻ ചുവന്ന സമ്മന്തി ഉണ്ടാക്കാനാണ്. ചെറിയ ഉള്ളി, ചുവന്ന മുളക്, ഇത് രണ്ടും കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക.
വെള്ളം ചേർക്കണ്ട. കുറച്ചൊന്ന് മിക്സായി വന്നിട്ട് മാത്രം വെള്ളം ചേർക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. എണ്ണ ഒഴിക്കുക, കുറച്ച് ധാരാളം വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് നല്ലോണം കടുക് ഇടുക. ഈ കടുകും എണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ സമ്മന്തി ഒരിക്കലും ഇതിലോട്ട് കൊട്ടരുത്. ആ കടുക് പൊട്ടിച്ചത് പാത്രത്തിലോട്ട് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചൂട് എല്ലാവിടെയും തട്ടണം, ആ എണ്ണയുടെ ചൂട് എല്ലാവിടെയും തട്ടണം സമ്മന്തിയുടെ. ഇപ്പം കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ കുഴക്കട്ട ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം, സ്റ്റിക്കിലൊന്നുമില്ല. അപ്പോൾ അത് കുഴക്കട്ട വെന്തൊരു സമയമാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുഴക്കട്ട എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ ആ ചുവന്ന സമ്മന്തി അരയ്ക്കാൻ മറക്കരുത്. ചുവന്ന സമ്മന്തി അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. അത് ഒന്ന് ആദ്യം ചതഞ്ഞ് കിട്ടിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അറ്റ സ്ട്രെച്ചിൽ അരച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്നിച്ച് തിരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സമ്മന്തി ആവും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.